നാളെ തന്നെ നമ്മുടെ വീട്ടിൽ വായനയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാല കോർക്കാൻ നമുക്ക് പൂ പിച്ചാൻ പോയാലോ. അപ്പുറത്തെ വീട്ടിലെ പൊടിമോളാൻറ്റിയുടെ വീട്ടിലാണ് പൂ പിച്ചുന്നത്. പൊടിമോളാൻറ്റി എന്നൊക്കെ ഒരു ഭംഗിക്ക് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പൊടി എന്നാണ് വിളിക്കുന്നത്. എന്നെ എപ്പോഴും വഴക്ക് പറയുമെങ്കിലും ഞാനത് മാറ്റാനൊന്നും പോകുന്നില്ല കേട്ടോ. വിളിച്ച് ശീലമായിപ്പോൾ എന്താ ചെയ്യാൻ. ഉണ്ണിക്കണ്ണും അങ്ങനെ തന്നെ ഞാൻ വിളിക്കുന്നത് പൊലി എന്നാണ് ഉണ്ണിക്കണ്ണും വിളിക്കുന്നത്. പൂ നമുക്ക് മാല കെട്ടാനും വേണം, പൂജയ്ക്കും കൂടെ ആയിട്ട് വേണം. മാല ഇടുന്നത് പൂ മാത്രം വെച്ചിട്ടല്ല കേട്ടോ, കുറച്ച് തുളസിയിലയും, കൃഷ്ണന് തുളസിയിലയാണല്ലോ ഇഷ്ടം. അപ്പോൾ കുറച്ച് തുളസിയിലയും പിന്നെ കുറച്ച് മഞ്ഞ തെറ്റിയും കൂടെ അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നമുക്ക് മാല കെട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കാര്യവും പറയുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു, ഞാനും അമ്പാടിയുടെ കൂട്ടുകാരും പിന്നെ വലിയമ്മയുടെ മോനും ഒക്കെ ആയിട്ട്. അമ്മയും ഉണ്ണിക്കണ്ണും വരലങ്കര നിന്നത് അവിടെ വരലങ്കര അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നതേ ഉള്ളൂ. വന്ന് ഞാൻ കുളിച്ച് പൂ വിച്ചാറായിട്ട് അങ്ങ് ഇറങ്ങിയതേ. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള പൂ കിട്ടിയിട്ടുണ്ട്. ഇനി അമ്മ കൊണ്ടുവരുന്ന പൂ കുടിച്ച് നമുക്ക് മാല കെട്ടാം. മാല ഞാൻ രാത്രി തന്നെ ഇരുന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഭയങ്കര തിരക്കായിപ്പോയി, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ മാലയൊക്കെ കെട്ടി രാവിലെ അമ്മമാരൊക്കെ വന്ന് വായനയുടെ അവർ കൃഷ്ണയൊക്കെ ഒരുക്കി മാലയൊക്കെ ഇട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടാറ്റ ബൈ, സീ യു.